അയ്യോ എടുത്തി പായസം തീർന്നു. സച്ചേട്ടന്റെ അടുത്ത് മാറ്റി വെച്ചായിരുന്നു. ഏയ് സജ്ജേട്ടനൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. ചേച്ചിക്ക് അതൊന്നും ശീലമില്ലല്ലോ. ചേച്ചി ഞാൻ പായസത്തിന് ഓർഡർ ചെയ്യട്ടെ? ഏയ് അതൊന്നും വേണ്ട. പക്ഷെ മോശമായി പോയി. നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. നീ വാ. സച്ചേട്ടൻ എന്താ ഇത്രയും താമസിക്കുന്നത്? എന്താ വല്ലാണ്ടിരിക്കുന്നത്? നീ കൈ നീട്ടാനല്ലേ പറഞ്ഞത്? നിനക്ക് വേണ്ടി വാങ്ങിച്ച നിനക്ക് ഇഷ്ടപ്പെട്ട ഹൽവയാ, കഴുകി. എന്നോട് ദേഷ്യത്തിലായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ആ ദേഷ്യത്തിലായിരുന്നു, ഇപ്പൊ ദേഷ്യമില്ല, അത് മാറി. എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. ഒന്നാലോചിച്ച നിന്നോട് ഞാൻ തന്നെ ദേഷ്യപ്പെടുന്നത്. അതിന് മാത്രം തെറ്റൊന്നും നീ ചെയ്തില്ലല്ലോ. നീ നിന്റെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയി, അതിനിപ്പോ എന്താ തെറ്റ്? നിന്റെ അനിയനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. സച്ചേട്ടാന്ന് വിളിച്ച് എന്റെ പുറകെ നടത്തുന്ന പയ്യനല്ലേ, അവനെ എനിക്കിഷ്ടമാണ്. എന്ത് ചെയ്യാനാ, അവരൊരു മോശം കൂട്ടുകെട്ടിപ്പെട്ടിരിക്കുക. അതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ആന്റണിയുടെ കൂടി അവന്റെ ഭാവി എന്താവും? നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒരു തുള്ളി വിഷം വീണ ആ വെള്ളവും വിഷമാവില്ലേ? ആന്റണിയുമായിട്ടുള്ള സഹവാസം അവന്റെ ഭാവി നശിപ്പിക്കും. ആന്റണിയുടെ കൂട്ടുവിടണമെന്ന് ഞാൻ ശരത്തിനോട് പലതവണ പറഞ്ഞതാ, പക്ഷെ അവൻ കേട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അവനോട് ഞാൻ തെറ്റിയത്. ഞാനും അവനും തമ്മിലെ പ്രശ്നം. അതിലേക്ക് ഞാൻ നിന്നെ വലിച്ചയക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാ. ചേച്ചി അനിയനും തമ്മിൽ കാണരുത്, സംസാരിക്കരുതെന്നൊക്കെ പറയാൻ ഞാനാരാ? നീ ഫംഗ്ഷന് പോകരുതെന്ന് ഞാൻ പറയതായിരുന്നു. പറഞ്ഞത് തെറ്റായി പോയി. നിനക്ക് അവനെ ജീവനാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. നിനക്ക് നല്ല വിഷമായല്ലേ? ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല രേവതി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല സച്ചേട്ടാ. സച്ചേട്ടനോടുള്ള ദേഷ്യം മാറിയല്ലോ. സത്യം പറഞ്ഞ ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഞാൻ വേറെ എന്ത് സഹിക്കും? സച്ചേട്ടനോട് മിണ്ടാതാകുന്നിരുന്നോ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സച്ചേട്ടൻ അടുത്തിരിക്കാതെ, സച്ചേട്ടനോടൊന്നും പറയാതെ, സച്ചേട്ടനൊന്നും തൊടാതെ ഇങ്ങനെ ജീവിക്കാൻ ഈ രേവതിക്ക് പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാ. അത് നിനക്കറിയില്ല രേവതി. ശരത്തിന് സച്ചേട്ടന് ഇഷ്ടമെന്നൊക്കെ എനിക്കറിയാം. അവൻ വഴി തെറ്റി പോകുന്നുള്ള വിഷമമൊന്നും വേണ്ട. അവനിപ്പോ കുറെ മാറി. ഇനി തെറ്റായ വഴിയിലൂടെ പോവില്ല. പോകാതിരുന്ന സന്തോഷം, പോയ അവന്റെ ജീവിതം തൊഴിയും. ആ ടെൻഷനാണ് എനിക്ക്. നീ വിഷമിക്കേണ്ട രേവതി. എന്റെ പ്രാർത്ഥന അവനെപ്പോഴും ഉണ്ട്. ഈശ്വരൻ അവനെ കാത്തോളും. നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത് അല്ലെ? അതെ സച്ചേട്ടാ, ഈശ്വരൻ അവനെ കാത്തോളും. ഞാനൊരു യുദ്ധം കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവനിത് എന്ത് പറ്റി? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വഴക്കടിച്ച സ്നേഹം കൂടുമെന്ന് ആ ജഡ്ജസ് പറഞ്ഞത് വെറുതെ അല്ലെന്ന് മനസ്സിലായി. സച്ചേട്ടാ ഇരിക്കെ, ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. ഇവന് ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കിയിട്ടും ദേഷ്യം കാരണം അവനെ എടുത്തു വെച്ചില്ലാന്ന് പറയാം. അപ്പൊ അവന്റെ ഭാവം മാറിക്കോളും. ഏട്ടാ വന്നായിരുന്നോ? ഏട്ടാ സോറി ഏട്ടാ. അതെ, സൂപ്പർ സെമിയ പായസം ഏട്ടത്തെ ഉണ്ടാക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. എല്ലാരും കുടിച്ച് പാത്രം വരെ കാലിയാക്കി. കാലിയാക്കിന്നോ? എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ പറയേണ്ടി വന്നില്ല, ഒക്കെ ശ്രീകാന്ത് പറഞ്ഞു. ഇല്ല സച്ചേട്ടാ, അമ്മയ്ക്ക് എത്ര ഗ്ലാസ് കുടിച്ചെന്നറിയാമോ? അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു പായസത്തിന്. ഒടുക്കം പാത്രം നോക്കുമ്പോ അത് കാലി. എനിക്ക് വർഷയ്ക്കിടയിൽ ചെറിയ പിണക്കൊക്കെ ഉണ്ടായിരുന്നു. പുറത്തു കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ശരിയാക്കാന്ന് വിചാരിച്ചത്. അത് വേണ്ടി വന്നില്ല. ഏട്ടത്തിയുടെ പായസം കുടിച്ചതോടെ അവളുടെ മൂഡ് ഫുൾ അങ്ങ് മാറി. പായസം എനിക്ക് ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ? ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ്സിൽ എനിക്ക് വെച്ചോടായിരുന്നോ? എന്റെ സച്ചേട്ടാ, പായസമൊക്കെ ദേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാലോ. അപ്പൊ ഏട്ടത്തി പായസം എടുത്ത് വെച്ചിരുന്നു അല്ലേ? എന്റെ സച്ചേന് വേണ്ടിയല്ലേ ഞാനിത് ഉണ്ടാക്കിയത്. എടുത്തു വെക്കാതിരിക്കോ ശ്രീകാന്തേ? ഭാഗ്യവാനേ, എൻജോയ്. നീ തിരിച്ചു വരണ്ടാ. എനിക്ക് സച്ചേട്ടാ, ചപ്പാത്തി ആദ്യം കഴിക്കുന്നോ അതോ പായസം കുടിക്കുന്നോ? എന്റെ രേവതി, സേമിയ പായസമാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഏത് ആദ്യം കഴിക്കണം ചോദിക്കണോ? ഈ ഹൽവ നീ കഴിക്കും. ഈ പായസം സച്ചേട്ടൻ കുടിക്കാം. സൂപ്പർ രേവതി, സൂപ്പർ. ചുമ്മാതല്ല അവരെല്ലാരും കൂടി പായസം ഉണ്ടാക്കി പാത്രം കാലിയാക്കിയത്. അമ്മേ ദാമേ, എന്തായത്? ഹൽവയാ? കണ്ടിട്ട് മനസ്സിലായില്ല അമ്മയ്ക്ക്? ഇന്നലെ രാത്രി അമ്മ പറഞ്ഞില്ലേ ഇനി എന്നും എന്റെ സച്ചേട്ടൻ കുടിച്ചിട്ട് വരും, പിന്നെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നൊക്കെ. ദേ സച്ചേട്ടൻ കുടിക്കാതെ വന്നത്. എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല. ആ സന്തോഷത്തിന് തരണേ അമ്മയ്ക്ക്. അമ്മ ഹൽവ കഴിക്ക്. പറ ദേവു, ചേച്ചി എവിടെയുള്ളത്? ഞാൻ പൂവെടുക്കാൻ വേണ്ടി പോവാ. ചേച്ചി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമോ? എന്ത് പറ്റി ദേവു? അമ്മയ്ക്ക് സുഖമില്ലേ? അമ്മ ഹോസ്പിറ്റലാണോ ഉള്ളത്? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല. ഒരു 5 മുഴം മാല എടുത്തോണ്ട് ചേച്ചി ഹോസ്പിറ്റലിലേക്ക് വാ. പെട്ടെന്ന് വാ, ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. അത്രേ ഉള്ളൂ. ശരി ദേവു, ഞാനിപ്പോ അങ്ങോട്ട് വരാം. മാഡം, ഇവിടെ അക്കൗണ്ട് സെക്ഷൻ എവിടെയാ? ഫസ്റ്റ് ഫ്ലോറില്ല. എന്തായിരുന്നു കാര്യം? അവിടെ ജോലി ചെയ്യുന്ന ദേവികയുടെ ചേച്ചി തന്നെ. ദേവികനെ ഒന്ന് കാണായിരുന്നു. ഞാൻ മാഡത്തിനെ വിളിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ദേവു എന്തിനാ എന്നോട് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷം ഉണ്ടെങ്കിൽ 5 മുഴം മാല മതിയാവോ ചേച്ചി? ഇവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ വെച്ചിരിക്കുന്ന ഭഗവാന്റെ ഫോട്ടോയിൽ ചാർത്താനായതാണോ? ഇവിടെയുള്ളവരെ പരിചയപ്പെട്ടപ്പോ ഇനി നിങ്ങളുടെ അടുത്ത് പോവാങ്ങിക്കാന്ന് പറഞ്ഞു. ചേച്ചിനെ ദിവസം കൊണ്ടുവരേണ്ടി വരും. ഇത് നിനക്ക് അമ്മയോട് പറഞ്ഞൂടെ? അമ്മയ്ക്ക് കുറച്ച് കാശ് കിട്ടില്ലേ? അമ്മയ്ക്ക് ദിവസം വന്നു പോവാൻ ബുദ്ധിമുട്ടല്ലേ ചേച്ചി? മാത്രമല്ല അമ്മ ഇനി ഈ ജോലി കൂടുതൽ കാലം ചെയ്യില്ല. അതിന് ഞാൻ വിടില്ല. ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അമ്മ ഇനി റെസ്റ്റ് എടുത്തോട്ടെ. ഹോസ്പിറ്റലിൽ കൂടെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനെന്തായാലും കുറെ പൂ വേണം. വലിയ ഓർഡർ ആയിരിക്കും. അത് ചേച്ചിക്ക് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ കൊള്ളാലോ. ജോലി എടുക്കുമ്പോ തന്നെ നീ ചേച്ചിക്ക് വേണ്ടിയുള്ള ഓർഡറും പിടിക്കുന്നുണ്ടല്ലേ? എന്തായാലും പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നിനക്ക് ജോലി കിട്ടി. ഭാഗ്യം. അടുത്തത് നിന്റെ കല്യാണം. അയ്യോ, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കേണ്ട ചേച്ചി. ആദ്യം ഈ ജോലി ഒന്ന് പെർമനന്റ് ആവട്ടെ. പിന്നെ ഒരു കാര്യം, എല്ലാ മാസവും ചേച്ചി വീട്ടിൽ വന്ന് അമ്മയ്ക്ക് കാശ് കൊടുക്കാറില്ലേ? അതിനി മുതൽ വേണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞ്? ചേച്ചി എത്രയോ വർഷവും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. ഇപ്പൊ എനിക്ക് ജോലി കിട്ടിയില്ലേ? ഇനിയെങ്കിലും ചേച്ചി ഈ ഭാരം തലേന്ന് ഒന്ന് ഇറക്കി വെക്കും. ദേവു, നിങ്ങൾക്ക് എനിക്കൊരു ഭാരമാണോ? ഇത്രയും കാലം ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ച. ഇനി ചേച്ചിക്ക് വേണ്ടി ജീവിക്കും. എനിക്ക് ശമ്പളം കിട്ടുമല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. അതിനു മുമ്പേ ഉള്ള കടമില്ലേ നമുക്ക്? എല്ലാം കൂടി നോക്കാൻ പറ്റുമോ ദേവു? പറ്റും. നിങ്ങൾ പെട്ടെന്ന് റൂം കെട്ടാൻ നോക്ക്. ഇനി
വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, അത് ഞാനേറ്റു. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നാ. ഒരു വഴിക്കാകുമ്പോ അവരെ കുറിച്ച് മാത്രം ആലോചിക്കുന്നവരാ ഏറെ. വന്ന വഴിയും കഴിഞ്ഞതൊക്കെ മറക്കും. പക്ഷേ നീ നിന്നെ കുറിച്ചല്ല, ഞങ്ങളെ കുറിച്ച് മോളെ ആലോചിക്കുന്ന. ഇങ്ങനെ ചിന്തിക്കേണ്ടവരൊന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. ദൈവം അവർക്ക് അറിഞ്ഞു കൊടുക്കും. നല്ലതേ വരുത്തും എന്റെ മോക്ക്. കണ്ണീരൊക്കെ തുടച്ചേ. ചേച്ചി വാ, ഈ മാല കൊടുത്തിട്ട് ഞാൻ കാശ് മേടിച്ചു തരാം. വാ. ശ്രുതി സുഖാണോ? ശരി, ഇറങ്ങട്ടെ. എക്സ്ക്യൂസ് മീ, ഡോക്ടർ രാജലക്ഷ്മി മാഡത്തിനെ കാണാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. മാഡം വന്നിരുന്നോ? മാഡം കൺസൾട്ടേഷൻ റൂമിലുണ്ട്, വെയിറ്റ് ചെയ്താൽ മതി. ശരി. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ല, എന്നും കൃത്യസമയത്ത് തന്നെ മാല എത്തിക്കണം. അതൊക്കെ ഞാൻ എത്തിച്ചോളാം. പിന്നെ എന്ന് നിന്നെ കാണാലോ, അത് തന്നെ ഒരു സന്തോഷല്ലേ. പിന്നെ ജോലി തിരക്കിനിടയിൽ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കല്ലേ. കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചോണം. ഞാൻ കഴിച്ചോളാം ചേച്ചി. അയ്യോ, ചേച്ചി നോക്കി, ശ്രുതി ചേച്ചി പിന്നെയും വന്നല്ലോ. എന്താണാവോ? എന്താണോ എന്തോ. ചേച്ചി ഇനി കൺസീവ് ആയതാണോ? ഒന്ന് ചുമ്മാ ഇരുന്നേ. കഴിഞ്ഞ തവണ മുന്നും പിന്നും ആലോചിക്കാതെ അവള് പ്രഗ്നന്റ് ആണെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം കിട്ടിയതാ. അവള് വല്ല നോർമൽ ചെക്കപ്പിന് വന്നതായിരിക്കും. ചേച്ചി ചെന്നൊന്ന് ചോദിക്കും. ശ്രുതി ഡോക്ടറെ കാണാൻ വന്നതാ. അന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ എന്റെ കാര്യത്തിൽ തലയിടരുത്, ബൗണ്ടറി കിടക്കരുത് എന്നൊക്കെ പറഞ്ഞതാ. ഇപ്പൊ ഞാൻ ചെന്ന് അവളോട് ചോദിച്ചാൽ അവള് വീട്ടിൽ പോയി പറയും. പിന്നെ വീണ്ടും പ്രശ്നവും. എന്തിനാ വെറുതെ? കൂടെ എന്തിനാ ഈ ശ്രുതി ചേച്ചി ഹോസ്പിറ്റലിൽ വരുന്നേ? അതൊന്നും അറിയണമല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ആ നഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ചോദിച്ചിട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട ദേവു. അവൾ എന്തിനെങ്കിലും വന്നിട്ട് പോട്ടെ, നമുക്കെന്താ. എന്നാലും എന്തോ പ്രശ്നമുണ്ട്. അന്ന് ശ്രുതി ചേച്ചി കള്ളം പറഞ്ഞതാവാം. അവര് പ്രഗ്നന്റ് ആണോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനേ നഴ്സിനോട് ചോദിച്ചിട്ട് വരാം. അയ്യോ ദേവു, വെറുതെ വേണ്ട. ഞാൻ വരാം. സിസ്റ്റർ, ഡോക്ടർ രാജലക്ഷ്മി മാഡത്തിന്റെ കൺസൾട്ടേഷൻ റൂമിലേക്ക് ഇപ്പൊ ഒരു ലേഡി കയറിയില്ലേ? അവരെന്തിനാ വന്നേ? ഡോക്ടറെ കാണാൻ. അല്ലാതെ എന്തിനാ? അല്ല, കാണാൻ എന്താ റീസൺ? അതാ ഞാൻ ചോദിച്ചേ. അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിഞ്ഞാ പോരെ? പേഷ്യന്റ് ഡീറ്റെയിൽസ് എന്തിനാ അന്വേഷിക്കുന്നത്? അല്ല, അവരെന്റെ റിലേറ്റീവാ. എന്താ സംശയമുണ്ടോ? അവരുടെ പേര് ശ്രുതി, ഹസ്ബൻഡിന്റെ പേര് സുധി. കറക്റ്റ് അല്ലേ? എന്റെ ചേച്ചിയുടെ സിസ്റ്റർ ലോയാ. അപ്പൊ പിന്നെ അവരോട് തന്നെ ചോദിച്ചൂടെ? അവരിവിടെ മുൻപ് ചെക്കപ്പിന് വേണ്ടി വന്നതാണെന്ന് എനിക്കറിയാം. ഇപ്പൊ പ്രഗ്നന്റ് ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് പുറത്ത് പറയാൻ പാടില്ലെന്ന് അറിയാലോ. താൻ ഇവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ടും തന്റെ റിലേറ്റീവ് ആയതുകൊണ്ടും ഞാൻ പറയാം. അവരിപ്പോ പ്രഗ്നന്റ് ഒന്നും അല്ല. രണ്ടാം തവണ കൺസീവ് ആവുന്നത് വൈകുന്നതുകൊണ്ട് അവരൊരു ടെസ്റ്റ് നടത്തിയിരുന്നു. രണ്ടാം തവണയോ? അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു ടെസ്റ്റ് കൂടെ ചെയ്യണം. തുടർ പരിശോധനയ്ക്ക് വന്നതാ. എന്താ പറഞ്ഞേ? രണ്ടാം തവണ കൺസീവ് ആവാനുള്ള ടെസ്റ്റോ? താൻ അവരുടെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടും ആദ്യ തവണ പ്രഗ്നന്റ് ആയത് താൻ അറിഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? രണ്ടാം തവണ കൺസീവ് ആവാനുള്ള ടെസ്റ്റോ? താൻ അവരുടെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടും ആദ്യ തവണ പ്രഗ്നന്റ് ആയത് താൻ അറിഞ്ഞില്ലേ? സെക്കൻഡ് പ്രഗ്നൻസിക്കുള്ള ടെസ്റ്റിനും ട്രീറ്റ്മെന്റിനാണ് അവർ വന്നത്. എന്ത് പറ്റി തനിക്ക്? എന്താ പെട്ടെന്നൊരു ഭാവമാറ്റം? ഏയ് ഒന്നുമില്ല. ദേവു, എന്ത് പറ്റി? നീ എന്താ വല്ലാതിരിക്കുന്നത്? ശ്രുതി ചേച്ചി പ്രഗ്നന്റ് ഒന്നുമല്ല. അതെനിക്കറിയാം. നിനക്കെല്ലായിരുന്നു സംശയം. നഴ്സ് പറഞ്ഞത് സെക്കൻഡ് പ്രഗ്നൻസിക്കുള്ള ടെസ്റ്റിനും ട്രീറ്റ്മെന്റിനും വേണ്ടി അവര് വന്നതെന്നാ. എന്താ നീ പറഞ്ഞ? രണ്ടാം തവണ പ്രഗ്നന്റ് ആവാനോ? അതെ ചേച്ചി. അതിനവൾ ഇതിനു മുമ്പ് പ്രഗ്നന്റ് ആയിട്ടില്ലല്ലോ. അവൾക്ക് കുഞ്ഞൊന്നും ഇല്ലല്ലോ. ആ നഴ്സ് കള്ളം പറഞ്ഞതായിരിക്കും. കള്ളം പറഞ്ഞൊന്നും അല്ല ചേച്ചി. ശ്രുതി ചേച്ചി പറയാത്തതും റെക്കോർഡിൽ ഇല്ലാത്തതും സിസ്റ്റർ പറയില്ല. ശ്രുതി ചേച്ചി ഇതിനു മുൻപ് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കുഞ്ഞുണ്ടാവാൻ വൈകുന്നതുകൊണ്ട് അവർ ഡോക്ടറെ കാണുന്നത്. അതെനിക്ക് ഉറപ്പാ. ഇതിനു മുൻപ് അവർ എപ്പോഴായിരിക്കും പ്രഗ്നന്റ് ആയിട്ടുണ്ടാവുക? ചേച്ചിക്ക് എന്താ പറ്റിയേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യവാ ചേച്ചി, അവരെ കണ്ടാലറിയാം ഒരു ഫ്രോഡാന്ന്. കൺസീവ് ആയതും കുഞ്ഞുണ്ടായതും ഒക്കെ അവര് മറച്ചു വെച്ചതാ. സുധീറിനെ വീട്ടുകാരെയും ചതിക്കുമായിരുന്നു അവര്. ഇത് ആദ്യത്തെ പ്രസവമാണ് സർ അതോ രണ്ടാമത്തെ പ്രസവം? പ്രസവോ? രണ്ടാമത്തെ പ്രസവം എന്നാ പറഞ്ഞേ. അപ്പൊ രണ്ടാമത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കുഞ്ഞിനെ ജന്മം നൽകി കാണുമല്ലോ അല്ലെ? എന്താ നിനക്ക് പറ്റിയ? എനിക്ക് പകരം നീ എന്തെങ്കിലും മാറി കയറിയോ? അല്ല, എത്ര അടിച്ചു? അപ്പൊ ഒരു കുഞ്ഞുണ്ട്. രേവതി, അമ്മ എപ്പോ വന്നു? നീ ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു.